തമിഴ്നാട്ടിൽ വീണ്ടും അഴിച്ചുപണിക്കൊരുങ്ങി വിജയ് സർക്കാർ. തമിഴ്നാട്ടിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ടാസ്മാക് മദ്യവിൽപ്പനശാലകളിലാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. വിജയുടെ സുപ്രധാന തീരുമാനമാണിത്. ടാസ്മാകിലെ ജീവനക്കാർക്ക് ശമ്പള വർധനവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിജയ് സർക്കാർ. എത്ര ശതമാനമായാണ് ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നത്? എന്താണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്? പരിശോധിക്കാം വിശദമായി. ഞാൻ അനശ്വര. ജീവനക്കാരുടെ വേതനം 25% സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നിലവിലുള്ള മദ്യത്തിന്റെ വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കുന്നതും അഴിമതിയും പൂർണ്ണമായി തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ചരിത്രപരമായ ചുവടുവയ്പിലേക്ക് സർക്കാർ നീങ്ങുന്നത്. ടാസ്മാക് ഔട്ട്ലെറ്റുകളിൽ മദ്യക്കുപ്പികൾക്ക് 10 രൂപ വരെ അധികമായി ഈടാക്കുന്നു എന്ന പരാതി വ്യാപകമായി ഉയർന്നുവന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനാൽ പുതിയ ശമ്പള പരിഷ്കരണത്തിലൂടെ ഇതിനെ തടയിടാൻ സാധിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ 20 വർഷത്തിനിടെ ഇത്തരത്തിലുള്ള ഒരു ശമ്പള വർധനവ് ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല. അതിന്റെ ആകാംക്ഷയിലും സന്തോഷത്തിലുമാണ് ജീവനക്കാർ. മികച്ച വേതനം നൽകുന്നതിലൂടെ ജീവനക്കാർക്ക് ഇടയിലെ ഉത്തരവാദിത്തം വർദ്ധിക്കുമെന്നും അഴിമതി കുറയുമെന്നും മന്ത്രി വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ നിലവിലുള്ള 4765 ടാസ്മാക് ഔട്ട്ലെറ്റുകളിൽ ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയ്ക്ക് 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിച്ചിരുന്ന 717 കടകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഈ പുതിയ പ്രഖ്യാപനവും എത്തിയിരിക്കുന്നത്. ഇതിൽ 276 കടകൾ ആരാധനാലയങ്ങൾക്ക് സമീപവും 186 എണ്ണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടുത്തും 255 എണ്ണം ബസ് സ്റ്റാൻഡുകൾക്ക് സമീപവുമാണ് പ്രവർത്തിച്ചിരുന്നത്. പൊതുസ്ഥലങ്ങളിൽ മദ്യത്തിന്റെ അനായാസ ലഭ്യത കുറയ്ക്കുന്നതിനായി സർക്കാർ കൊണ്ടുവന്ന ഈ സാമൂഹിക പരിഷ്കരണത്തിന് രാഷ്ട്രീയ ഭേദമന്യേ വലിയ രീതിയിലുള്ള പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. സർക്കാരിന്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്ത നടനും രാഷ്ട്രീയ നേതാവുമായ കമൽ ഹാസൻ കൂടുതൽ മദ്യശാലകൾ അടച്ചുപൂട്ടാൻ സർക്കാർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു. സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷ മുൻനിർത്തിയുള്ള പൊതുജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഇതിലൂടെ നടപ്പിലായത് എന്ന് കോൺഗ്രസ് MP മാണിക്യം ടാഗോറും വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ TVK സർക്കാർ അധികാരമേറ്റ ശേഷം പ്രഖ്യാപിച്ച സൗജന്യ വൈദ്യുതി, പ്രത്യേക വനിതാ സുരക്ഷാ സേന, ലഹരിവിരുദ്ധ സ്ക്വാഡുകൾ എന്നിവയ്ക്ക് പിന്നാലെയെത്തുന്ന ഏറ്റവും പുതിയ ജനക്ഷേമ നയമാണിത്. പുതിയ ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതുവരെ ബാറുകൾ തുറക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഈ തീരുമാനത്തിലൂടെ സർക്കാരിന് പ്രതിമാസം ഏകദേശം 400 കോടി രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടാകുമെന്നാണ് ടാസ്മാക് വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. ടെൻഡർ വ്യവസ്ഥകളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ തമിഴ്നാട് സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. നിലവിൽ 4048 ചില്ലറ മദ്യവിൽപ്പനശാലകളാണ് സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്നത്. 2026 ജനുവരി വരെയായിരുന്നു ലൈസൻസ് കാലാവധിയെങ്കിലും തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത ജൂൺ വരെ സർക്കാർ അത് നീട്ടി നൽകിയിരുന്നു. പ്രതിദിനം ശരാശരി 150 കോടി രൂപയുടെ വിൽപ്പന നടക്കുന്ന ടാസ്മാക് ശൃംഖലയിൽ ബാറുകൾ പൂട്ടുന്നത് ഖജനാവിന് തിരിച്ചടിയാകും. ഇതിനു പുറമെ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് മദ്യശാലകളിലേക്കുള്ള ദൂരപരിധി 50 മീറ്ററിൽ നിന്ന് 500 മീറ്ററായി ഉയർത്താനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. 2021 മുതൽ 2026 വരെയുള്ള കാലയളവിലെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് സർക്കാർ ഒരു ധവളപത്രം പുറത്തിറക്കുമെന്ന് സി ജോസഫ് വിജയ് പ്രഖ്യാപിച്ചിരുന്നു. DMK സർക്കാർ 10 ലക്ഷം കോടി രൂപയുടെ കടക്കെണിയാണ് ഉണ്ടാക്കിയത് എന്നും തന്റെ മേൽ അടിച്ചേൽപ്പിച്ച ഈ ഭാരം എത്രത്തോളമുണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ധവളപത്രം ഇറക്കുന്നത് എന്നും വിജയ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പത്രികയിൽ നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കുമെന്ന് വിജയ് ഉറപ്പു നൽകിയിട്ടുണ്ട്. സുതാര്യമായ ഒരു ഭരണ സംവിധാനമായിരിക്കും തന്റെ സർക്കാർ കാഴ്ചവെക്കുക. വിദ്യാഭ്യാസം, ഭക്ഷ്യവിതരണം, ആരോഗ്യം എന്നിവയ്ക്കായിരിക്കും സർക്കാർ പ്രഥമ പരിഗണന നൽകുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെറിയ പാർട്ടികളുടെ പിന്തുണയോടെ നേരിയ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന സർക്കാരിന്റെ സ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്കകൾ വിജയ് തള്ളി. ഭരണത്തിൽ താൻ മാത്രമായിരിക്കും അധികാരിയെന്നും ഒന്നിലധികം അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം നിരവധി മാറ്റങ്ങൾ തമിഴ്നാട്ടിൽ ഇതിനോടകം തന്നെ ഉണ്ടായി. ജനങ്ങൾക്ക് സഹായകരമാകുന്ന വിവിധ പദ്ധതികൾ മുന്നോട്ട് വെച്ചു. അതേസമയം ക്ഷേത്രങ്ങളുടെ വരുമാനത്തിൽ നിന്ന് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന കോടികളുടെ പദ്ധതികൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് വിജയ് സർക്കാർ. 245.85 കോടിയുടെ 46 പ്രൊജക്ടുകൾക്കുള്ള അനുമതിയാണ് അദ്ദേഹം നിഷേധിച്ചത്. തമിഴ്നാട് മുൻ സർക്കാരിന്റെ കാലത്ത് അനുമതി ലഭിച്ചിരുന്ന പദ്ധതികളാണിവ. ഹിന്ദു റിലീജിയൻസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ്സ് വകുപ്പാണ് തീരുമാനം അറിയിച്ചത്. ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച്
കല്യാണ ഹാളുകൾ, വ്യവസായ കെട്ടിടങ്ങൾ തുടങ്ങിയവയാണ് നിർമ്മിക്കാൻ നിശ്ചയിച്ചിരുന്നത്. കോടതി ഉത്തരവുകളും ക്ഷേത്രങ്ങളിൽ മേലുള്ള സാമ്പത്തിക സമ്മർദ്ദവുമാണ് പദ്ധതികൾ റദ്ദാക്കാനുള്ള കാരണമായി വകുപ്പ് ചൂണ്ടിക്കാട്ടിയത്. 115.77 കോടിയുടെ 29 കല്യാൺ ഹാൾ നിർമ്മാണം, 130.8 കോടിയുടെ 17 വ്യാപാര കെട്ടിടങ്ങളുടെ നിർമ്മാണം എന്നിവയ്ക്കുള്ള അനുമതിയാണ് റദ്ദാക്കിയതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. DMK സർക്കാരിന്റെ കാലത്ത് അനുമതി ലഭിച്ചിരുന്നു എങ്കിലും ഇവയുടെ നിർമ്മാണം ആരംഭിച്ചിരുന്നില്ല. നിർമ്മാണ പദ്ധതിക്കായി പ്രഖ്യാപിച്ച ഫണ്ട് ക്ഷേത്രങ്ങൾക്കും ഭക്തർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ വിനിയോഗിക്കുമെന്ന് വകുപ്പ് അറിയിച്ചു. ഇനി വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരും എന്ന പ്രതീക്ഷയിലാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ.